ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ മസ്ജിദിന്റെ ഭൂഗർഭ പള്ളിയിലേക്ക് ഇറങ്ങുന്ന പടികളാണ് ഇത്. AD 629 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിർമ്മിച്ച ചേരമാൻ ജുമാ മസ്ജിദിന്റെ പൗരാണിക തനിമ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഭൂഗർഭ പള്ളി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒട്ടനവധി പേർ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ഇവിടെ 2000-ലേറെ പേരെ ഉൾക്കൊള്ളാൻ പഴയ പള്ളിക്ക് സാധിക്കാതെ വന്നതിനെ തുടർന്ന് ബേസ്മെന്റിൽ പണിത പുതിയ പള്ളിയാണ് ഇത്. നല്ല വായു സഞ്ചാരം ലഭിക്കുന്ന രീതിയിലാണ് ഈ ഭൂഗർഭ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ബേസ്മെന്റ് സ്ഥലം ഭൂഗർഭ ജലനിരപ്പിൽ നിന്ന് 1 മീറ്ററിലധികം താഴെയായിരിക്കും എന്നതിനാൽ ആവശ്യമെങ്കിൽ വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൈലുകൾ കൊണ്ട് അലങ്കരിക്കുകയും വ്യത്യസ്തമായ ലൈറ്റിംഗ് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളീയ വാസ്തുശില്പ മാതൃകയിലാണ് ഭൂഗർഭ മസ്ജിദ് പണിതിട്ടുള്ളത്. മുസ്രിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയ മസ്ജിദ് നവീകരിച്ചതിന് പിന്നാലെയാണ് ഭൂമിക്കടിയിൽ 24,000 സ്ക്വയർ ഫീറ്റിൽ ഈ മനോഹര പ്രാർത്ഥനാ ഹാൾ സജ്ജീകരിച്ചിട്ടുള്ളത്. AD 629 പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ പ്രവാചക ശിഷ്യനായ ഹബീബ് ഇബ്നു മാലിക്കിന്റെയും സഹധർമ്മിണിയുടെയും ഖബറിടം പള്ളിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ചേരമാൻ മസ്ജിദിലെത്തുന്നവർ ഇവിടെ സന്ദർശനം നടത്തിയാണ് മടങ്ങാറുള്ളത്. പലതവണ പള്ളിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പള്ളിയുടെ തനിമയും പൈതൃകവും നിലനിർത്തി പോരുന്നത് ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. തുറമുഖ നഗരമായ കൊടുങ്ങല്ലൂരിന്റെ പ്രാധാന്യം കണക്കിലെടുത്തു തുടങ്ങിയ പൈതൃക സംരക്ഷണ പദ്ധതിയാണ് മുസ്രിസ് പൈതൃക സംരക്ഷണ പദ്ധതി. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേരമാൻ മസ്ജിദ് നവീകരണം പൂർത്തിയാക്കിയതോടെയാണ് പള്ളിയുടെ തനിമയും പ്രൗഢിയും സംരക്ഷിക്കപ്പെട്ടത്.